ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കറിയാം എഡ്യൂക്കേഷൻ പർപ്പസായിട്ട കാര്യമാണ്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസാണ്. എന്നിരുന്നാലും കുറച്ച് നമ്മുടെ കോണ്ടസ്റ്റിന് മാറിയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് വളരെ പോസിറ്റീവായ ഒരു ന്യൂസ് ആയതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്യാൻസർ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും വളരെ അപൂർവമായി മാത്രം കാണുന്ന, വളരെ പേടിയോടുകൂടി നമ്മൾ കാണുന്ന ഒരു അസുഖമായിരുന്നു. എന്നാൽ ഇന്ന് ക്യാൻസർ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിനടുത്തും നമ്മുടെ ബന്ധുക്കളിലും നമ്മുടെ സുഹൃത്തുക്കളിലും ഒക്കെ നമുക്ക് ഈ അസുഖം വളരെ അധികം കാണാറുണ്ട്. അതിൻ്റെ കാരണം പലതാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്നിരുന്നാലും അത്തരം ക്യാൻസർ പേഷ്യൻ്റ് ആയവർക്കും അല്ലെങ്കിൽ നിലവിൽ ക്യാൻസർ ഉണ്ടാകുമോ എന്ന് എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്കും ഒരു വലിയ സന്തോഷമുള്ള വാർത്തയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേട്ട് കാണും, റഷ്യ ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തു എന്നുള്ളത്. ഇപ്പോൾ വാക്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് COVID-19 വാക്സിനെ കുറിച്ചായിരിക്കും അല്ലേ. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ത്രെട്ടായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോവിഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാവരും ഓരോ വാക്സിൻസ് ഉണ്ടാക്കിയെടുത്തു. ആ വാക്സിൻ നമ്മളെല്ലാം യൂസ് ചെയ്തു. അതിനെക്കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ നമ്മളിപ്പം പലപ്പോഴും കേൾക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ എന്താണ് ശരിക്കും ഈ റഷ്യ വികസിപ്പിച്ചെടുത്ത വാക്സിൻ എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു വാക്സിനോട് കൂടി ഈ അസുഖം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം പലരിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പം അതിനെക്കുറിച്ച് മിനിമലായിട്ടുള്ള ഇൻഫർമേഷൻസാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും ഈ ഒരു അസുഖത്തെക്കുറിച്ച് വലിയ പേടിയുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഇത്? സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാൻസറിന് കീമോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രചാരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ കീമോതെറാപ്പി എന്താ ചെയ്യുന്നത്? ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുക അല്ലേ, അതിനെതിരെയുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്യാൻസർ സെല്ലുകൾ മാത്രമല്ല സാധാരണഗതി നശിക്കുക, ക്യാൻസർ അല്ലാത്ത നോർമലായിട്ടുള്ള മറ്റുള്ള ടിഷ്യൂസിനെയും അത് ഇല്ലാണ്ടാക്കി മാറ്റാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വളരെയധികം നമുക്ക് നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കീമോതെറാപ്പിക്ക് പകരം ഇവിടെ ഒരു mRNA എന്ന് പറയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വാക്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ mRNA എന്ന് വെച്ചാൽ? അതായത് mRNA ഇതൊരു മെസ്സഞ്ചർ RNA എന്നാണ് അതിന് പറയുക. നോർമലി നമ്മൾ DNA എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കോശങ്ങളോട് ഏത് തരം പ്രോട്ടീനുകളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന് നിർദ്ദേശം കൊടുക്കുന്നതാണ് ഈ mRNAയുടെ പ്രധാനപ്പെട്ട ജോലി. DNA എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ mRNA അതിൻ്റെ ദൗത്യം എന്താണോ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇല്ലാണ്ടാകും. അപ്പോൾ ഇവിടെ mRNA ബേസ് ചെയ്തിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നോർമലി നമ്മൾ സാധാരണ കീമോതെറാപ്പി പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള മുഴുവൻ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് പകരം ഈ ഏതാണോ ക്യാൻസർ സെല്ലുകൾ, ആ ക്യാൻസർ സെല്ലുകൾ, ആ ഒളിഞ്ഞു കിടക്കുന്ന ക്യാൻസർ സെല്ലുകളെ മാത്രം ഇല്ലാതാക്കുക എന്ന് പറയുന്ന രീതിയാണ് ഈ mRNAയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മറ്റ് ഡാമേജുകൾ പരിഹരിക്കാനും ഇത്തരത്തിലുള്ളൊരു ചികിത്സാ രീതി കുറേയും കൂടെ ഉപകാരപ്പെടുമെന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ള റഷ്യ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. റഷ്യ ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ്. നിലവിൽ അവിടെയുള്ള പല ക്യാൻസർ പേഷ്യൻറ്റിനും ഈ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി ഈ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. നോർമൽ വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് സാധാരണഗതിയിൽ അത് രോഗം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. വരാതിരിക്കാനും വന്ന രോഗികളിലും നിലവിൽ റഷ്യ ഇത് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് റഷ്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇതിൻ്റെ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും ഇനി വരാനുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. നമ്മളുടെ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള വാക്സിനേഷനിലൂടെ നമ്മൾ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസറിനെയും ഒരു ദിവസം നമ്മൾ ഓടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു വാക്സിനെ കണക്കാക്കിയെടുക്കാം. കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും നമുക്ക് പിന്നീട് തരാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മെസ്സേജ് നമ്മുടെ നിലവിൽ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പേടി വരുന്നവർക്കും തനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് എപ്പോഴും സംശയിക്കുന്നവർക്കും ഒരു ആശ്വാസമുള്ള വാർത്തയാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങളിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. പോസിറ്റീവായൊരു ന്യൂസ് എന്ന രീതിയിൽ ഞാനും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും വരുന്ന മുറക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. സോ എനിവേ എല്ലാവർക്കും താങ്ക് യു.